ഇന്ന് നമുക്ക് കാഞ്ചീപുരത്തിൻ്റെ സെമിയിൽ വന്നിരിക്കുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. 4650 റേഞ്ചിൽ നമുക്ക് കാഞ്ചീപുരം സാരീസിൽ വരുന്ന അതേ പാറ്റേണിൽ സെമിയിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പിന്നെ നമുക്കിതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഷോപ്പിലേക്ക് വന്നാലും ഇതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന്. ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ. തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കാഞ്ചീപുരത്തിൻ്റെ സെമീന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് പ്യുവറിൽ വരുന്നതാണ്. പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം നമുക്കൊരു 10 എബവ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന സാരീസ്. അതേ പാറ്റേണിൽ തന്നെ സെമിയിൽ വന്നിരിക്കുന്നതാണ് ഇത് വന്നിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 4650. അപ്പോൾ ഈ സെയിം പാറ്റേണിൽ സെമിയിൽ, ഇത് സെമി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സെമി അങ്ങനെയല്ല കേട്ടോ, ഇത് പ്യുവർ സെമിയും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന സാരീസാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഏകദേശം പ്യുവറിൻ്റെ അതേ പാറ്റേണിലേക്ക് നമ്മൾ പ്യുവർ സെമിയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4650. ഇത് കണ്ടോ, ഇതിൻ്റെ നമുക്കിങ്ങനെ കസവൊന്നും ഇഷ്ടമില്ലാത്ത നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ സാരീസ് വളരെ നല്ലതാണ് കേട്ടോ. ഒരു കസവിൻ്റെ വർക്കും ഇല്ല, എല്ലാം ത്രെഡിൽ വന്നിരിക്കുന്ന വീവിങ് വർക്കുകളാണ്. പക്ഷേ ഇതിൻ്റെ വീവിങ് വർക്ക് എന്ന് പറഞ്ഞാലും ഭയങ്കര ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകവശം ഏതാ പുറവശം ഏതാന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും ഫിനിഷിങ്ങിലാണ് 2 സൈഡും വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന സാരീസാണ്. സാരി നമ്പർ 1 ഇതൊരു പിങ്ക്, അതായത് ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് വരുന്ന സാരി. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. ഇത് സാരി നമ്പർ 1 ആണ്. അപ്പോൾ എല്ലാ സാരീസിനും നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്പർ പറയാനായിട്ട് മറക്കരുത് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ, കാരണം അല്ലെങ്കിൽ നമുക്ക് കളർ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് മുന്താണി ഇങ്ങനെ വരും. ഇതിൻ്റെ ബോഡി ഫുൾ ഈ വർക്ക് തന്നെയായിരിക്കും കേട്ടോ. അതെ, ബോഡി ഫുൾ ഇങ്ങനെ ഈ വർക്ക്. ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ പ്ലീറ്റ് എടുക്കുന്നിടത്ത് ഹാഫ് പോർഷനിൽ വർക്ക് അങ്ങനെയല്ല. ബോഡി ഫുൾ നമ്മൾ കാഞ്ചീപുരം സാരീസിൽ വരുന്ന അതേപോലെ തന്നെ ബോഡി ഫുൾ വർക്കായിരിക്കും. സാരി നമ്പർ 1 ആണിത്. ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്, 4650. അപ്പോൾ ഈ സാരീസൊക്കെ നമുക്ക് ഫങ്ഷന് മാത്രമല്ല, ഇതിനകത്തൊന്നും ഈ ഒരു കസവിൻ്റെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. അടുത്ത സാരി നമ്പർ 2 നല്ലൊരു ഡാർക്ക് വയലറ്റ് ടോൺ. സാരി നമ്പർ 2 ഡാർക്ക് വയലറ്റ് ടോൺ. എല്ലാത്തിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 2 ഡാർക്ക് വയലറ്റ്. ഇതിനൊരു ബോർഡർ ഡിസൈൻ കണ്ടോ, ഇത് ബോഡിയിൽ ഇതേപോലെ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു ബോർഡർ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. സാരി നമ്പർ 2 ഒരു കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും കല്യാണത്തിന് കൊടുക്കാനും ഒക്കെ നല്ല സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വന്നാലും പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോതമംഗലത്തുനിന്ന് മൂന്നാറിന് പോകുന്ന ഹൈവേ സൈഡിൽ കുത്തുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഒരു 2 to 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് കോതമംഗലം ടൗണിൽ നിന്ന്. ഷോപ്പിൻ്റെ പേര് എയിൻസ് എന്നാണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡ്, സാരി നമ്പർ 3 ഗ്രീൻ ഷെയ്ഡ്. അതിനും അതുപോലെ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഭയങ്കര എടുത്ത് കാണിക്കുന്ന ബോർഡറും അല്ല, എല്ലാം ത്രെഡ് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസ്. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 3 ഗ്രീൻ. സാരി നമ്പർ 4 വരുമ്പോൾ എഗെയിൻ ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. പിങ്ക് ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള പിങ്ക് ടോണാട്ടോ. അല്പം ഒരു മെറൂൺ പിങ്കും കൂടെ ചേർന്ന പോലെയുള്ളൊരു ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിങ്കിന് ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഡീപ്പർ ടോൺ എന്ന് വേണമെങ്കിലും പറയാം. അതേപോലെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ്. സാരി നമ്പർ 4 ഒരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബോഡിയിൽ ഫുൾ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട്. പ്ലെയിൻ ബ്ലൗസാണ് എല്ലാത്തിനും വരുന്നത്. സാരി നമ്പർ 4.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരേ കളർ വേണം, ഒരേ പാറ്റേണിൽ ഒരേ കളർ യൂണിഫോം ആയിട്ടൊക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. സാരി നമ്പർ 5 കണ്ടോ, നല്ലൊരു പേസ്റ്റൽ ഒരു ഗ്രീൻ ടോൺ. സാരി നമ്പർ 5. ഡിസൈൻ ഇങ്ങനെ വരും. ഇത് മുന്താണി ഡിസൈൻ, ബോഡിയിലെ ഡിസൈൻ വരുമ്പോൾ ഇതാണ് ബോഡി ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 5. ബോഡി ഡിസൈൻ കാണിച്ചോ? നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. നമ്മൾ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ കളറിന് ചെറിയ വ്യത്യാസം വരും. ലാസ്റ്റ് ഞാനിങ്ങനെ പോസ് ചെയ്ത് നിൽക്കില്ല, അപ്പോൾ ആ ഒരു ടൈമിലുള്ള കളറായിരിക്കും കേട്ടോ എക്സാക്റ്റ്. അതെ, നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ്. സാരി നമ്പർ 6. ഇതേപോലെയാണ് ബോർഡർ ആൻഡ് ബോഡി ഡിസൈൻ വരുന്നത്. മുന്താണി ഡിസൈൻ ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിൻ. സാരി നമ്പർ 6. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉള്ള കളറായിരിക്കും കേട്ടോ കറക്റ്റ് കളറ്. സാരി നമ്പർ 7. ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. സാരി നമ്പർ 7. ഇതേ സാരി നമ്പർ 7. ബോഡി ഡിസൈൻ ഒന്ന് ശരിക്കും കാണിച്ചു കേട്ടോ. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു പർപ്പിളിൻ്റെ ഒരു ടോൺ, എന്നാൽ ഭയങ്കര ബ്രൈറ്റ് പേർപ്പിളാണോ അങ്ങനെയല്ല, നല്ല ബ്യൂട്ടിഫുൾ ഒരു ടോൺ. 8. ബോർഡർ ആൻഡ് ബോഡി ഡിസൈൻ. സാരി നമ്പർ 8. ഇത് 2 പാർട്ടായിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അടുത്തത് വരുന്നത് ഒരു സാരി നമ്പർ 9, ഒരു സീ ഗ്രീൻ പോലെയുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 9. സാരി നമ്പർ 9, ഒരു സീ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 10, നേവി ബ്ലൂ. സാരി നമ്പർ 10, നേവി ബ്ലൂ. എൻ്റെ ഡിസൈൻ എല്ലാത്തിൻ്റെയും വ്യത്യാസമായതുകൊണ്ട് വീഡിയോ ഇച്ചിരി നീണ്ടുപോകും, കാരണം ഡിസൈൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ ക്ലോസർ വ്യൂ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സാരി നമ്പർ 10, നേവി ബ്ലൂ. സാരി നമ്പർ 11, ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 11, ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 11, ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 12, ഗ്രേ, ഒരു പർപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രേ. സാരി നമ്പർ 12, ഒരു ലാവൻഡർ ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു ലാവൻഡറും ഗ്രേയും കൂടെ ചേർന്നൊരു ഷെയ്ഡ്. ചെറിയൊരു ഡബിൾ ഷെയ്ഡ് വരും കേട്ടോ. സാരി നമ്പർ 12, ഗ്രേയും ലാവൻഡറും കൂടെ ഉള്ള ഒരു ഡബിൾ ഷെയ്ഡ്. സാരി നമ്പർ 12. സാരി നമ്പർ 13, പേസ്റ്റൽ ഗ്രീൻ അഗെയിൻ. സാരി നമ്പർ 13, പേസ്റ്റൽ ഗ്രീൻ. സാരി നമ്പർ 13, പേസ്റ്റൽ ഗ്രീൻ. സാരി നമ്പർ 14, പിങ്ക്, നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. സാരി നമ്പർ 14.
സാരി നമ്പർ 14, നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. സാരി നമ്പർ 16, അതെ നല്ലൊരു ലാവൻഡർ പർപ്പിൾ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് 15. എല്ലാം നല്ല അടിപൊളി കളേഴ്സാട്ടോ. ഓരോ കളറും ഒന്നിനൊന്നും വെച്ചോ നല്ല കളർ ചാർട്ടായി പ്രാവശ്യം വന്നിരിക്കുന്നത്. സാരി നമ്പർ 15. സാരി നമ്പർ 16 ഒക്കെ നോക്കിയേ, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സാരി നമ്പർ 16. ചോക്ലേറ്റ് ബ്രൗൺ. 17 ചോക്ലേറ്റ് ബ്രൗൺ. 17 ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച പിങ്കിൻ്റെ അതേ ഡിസൈനാണ്. 17 ചോക്ലേറ്റ് ബ്രൗൺ. 18 ഇത് ആ ഷെയ്ഡ് തന്നെ അല്ല, ആ ഡിസൈൻ തന്നെ അല്ലേ. 18 നല്ലൊരു ലാവൻഡറിൻ്റെ ഒക്കെ നല്ലൊരു ഷെയ്ഡ്. എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. 18 ഓരോ കളറും ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സ്. 18 19. അയ്യോ ഇതൊക്കെ എന്ത് രസമല്ലേ. ഇതെന്നെ കളറ് പറയുന്ന ഒരു പിങ്കിൻ്റെ, റാണി പിങ്കിൻ്റെ അത്രയും ഡീപ്പ് ഷെയ്ഡല്ല, ഈ കാണുന്ന കളർ തന്നെ. ഒരു വൈനും എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഒരു റെഡും വൈനും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. എന്നാൽ റെഡാണോ ആ റെഡല്ല, വൈനാണോ വൈനല്ല, അങ്ങനെ ഒരു ഷെയ്ഡ്. 19 കറക്റ്റ് കളറല്ലേ. ഇവരെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കറക്റ്റ് കളറാക്കി. 20 പീക്കോക്ക്. 20 ചില ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ചില നല്ല കളേഴ്സും നല്ല ഡിസൈൻസും കാണുമ്പം. 20 അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി കാഞ്ചീപുരത്തിൻ്റെ സെമിയിൽ വരുന്നത്. അതായത് ഇത് പ്യുവർലി സെമി അല്ല, പ്യുവറും സെമിയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന സാരീസാണ്. 4650 റേഞ്ചിൽ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എയിംസിൽ വന്ന് പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.